വചനഘോഷണത്തിനായിട്ട് എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ. അച്ഛനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അച്ഛന് ഇവിടെ നമ്മുടെ ഇടവുകളിലൊക്കെയും വന്ന് പ്രസംഗിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വന്യ ദേഹമാണ്. അച്ഛന് മലങ്കര ഓർത്തഡോക്സ് യൂത്ത് മൂവ്മെന്റിന്റെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ, മീഡിയ സെക്രട്ടറി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിക്കുന്ന ആളാണ്. അതുമാത്രമല്ല, പരിശുദ്ധ ബാവാതിരുമനസിന്റെ അമേരിക്കയിലെ സന്ദർശനത്തില് ബാവാതിരുമനസിനോടൊന്നിച്ച് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലേക്ക് അച്ഛൻ വരികയുണ്ടായി. ആ സന്ദർഭങ്ങളിലൊക്കെയും ഇവിടെ പരിശുദ്ധ ബാവാതിരുമനസിന് സുവർണമൃതമായ സന്ദർഭത്തിലും അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ സന്ധ്യാസമയത്ത് ദൈവവചനങ്ങൾ കേൾക്കുന്നതിനും അതിൽ നിന്ന് നാളത്തെ മറുരൂപപ്പെടുന്നതാണല്ലോ രൂപാന്തരം പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അടുത്ത് വന്നിരിക്കുകയാണ്. അച്ഛനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈ ദൈവവചന ശുശ്രൂഷ ലഭിക്കുന്നതായ സന്ദർഭത്തിൽ മറുരൂപ മലയിൽ ലഭിച്ചതായ ആ അനുഭവം നമ്മുടെയൊക്കെയും വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവപ്പെടട്ടെ, ഉണ്ടാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെ ഞാൻ ഈ സന്ദർഭത്തിൽ ക്ഷണിക്കുകയാണ്. സർവാധിപതിയും സർവശക്തനും ഞങ്ങളെ കരുതുന്നവനുമായ സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. പ്രബോധന ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തന്നെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കൂടാര പെരുന്നാളിന്റെ ഈ വലിയ ദിവസത്തിൽ കർത്താവെ തിരുമുഖ ശോഭ കാണുവാനും തിരുവചന ശുശ്രൂഷയിലൂടെ ശരിയായ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അടുത്തു വരുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് സമാരംഭിക്കുന്ന ഈ ശുശ്രൂഷയിലൂടെ അവിടുന്ന് ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് ഞങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുന്നതിനും തിരുനാമ മഹത്വത്തിനായി ദൈവരാജ്യത്തിന്റെ നല്ല അനുഭവത്തിനായി മാനസാന്തര ജീവിതം നയിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ. ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയെ മുടക്കരുതേ. അവിടുത്തെ ഏകപുത്രം ഞങ്ങളെല്ലാവരിലും കരുണ ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലത്തിന്റെയും നാഥനായ കർത്താവേ, നിന്നെ സ്നേഹിച്ച നിവ്യന്മാരുടെയും നിന്റെ സുവിശേഷം പ്രസംഗിച്ച ശ്ലീഹന്മാരുടെയും
പ്രാർത്ഥനകളാലും മധ്യസ്ഥതകളാലും ഈ ശുശ്രൂഷയിൽ നിരവധിയായി നിർവഹിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭയെയും അതിന്റെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും അവിടുന്ന് കൃപയോടെ ശക്തീകരിക്കണമേ. വിശ്വാസികളായ ഞങ്ങളിൽ വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് സ്വർഗീയ ഊർജ്ജലയിൽ നല്ല ഓർമ്മ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ദൈവതിരുനാമത്തിന്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. വന്ദ്യരായ എപ്പിസ്കോപ്പന്മാർ, വൈദികർ, ബഹുമാനപ്പെട്ട ഷമ്മാശൻ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളെ, 2006 ഫിലദൽഫിയയിലുള്ള സംയുക്ത ഓർത്തഡോക്സ് കൺവെൻഷനിൽ പ്രബോധന ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളുടെ വേദശാസ്ത്ര പാരമ്പര്യത്തിൽ പ്രബോധന ശുശ്രൂഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാധനയുടെ സവിശേഷ സന്ദർഭമാണ്. വിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ വിവിധങ്ങളായ കൂദാശ അനുഷ്ഠാനങ്ങളിലും സംബന്ധിക്കുമ്പോൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ തിരുവചനത്തെ നാം ധ്യാനിക്കുകയും ലഭിച്ചിരിക്കുന്ന ദൈവിക കൃപയ്ക്കനുസൃതമായി ദൈവരാജ്യ മഹത്വത്തിനായി പ്രതിദിനം നമ്മെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന മഹത്തരമായ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ വരുമ്പോൾ നമുക്കറിയാം, ഓരോ ദിവസത്തെയും, പ്രത്യേകിച്ച് ഓരോ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വേണ്ടി ദേവാലയത്തിൽ എത്തുമ്പോൾ സഭയുടെ ആരാധനാ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് വേദപുസ്തക വായനയും പ്രബോധന ശുശ്രൂഷയും. ഞായറാഴ്ചകളിൽ അതത് ദിവസത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പഴയ നിയമഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുൻപ് നാം വായിച്ചു കേൾക്കും. അതിനുശേഷം വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിച്ചു കഴിഞ്ഞാൽ 2 സൈഡുകളിലായി തെക്കും വടക്കും നിന്നുകൊണ്ട് ശ്ലീഹന്മാരുടെ പൊതുലേഖനത്തിൽ നിന്നും പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്നും പ്രത്യേക വായനയുണ്ട്. അതിനുശേഷം എത്രയോ പ്രാധാന്യത്തോടെയാണ് വിശുദ്ധ കുർബാനയിൽ ഏവൻഗേലിയോൻ വായിക്കുന്നത്. അംശവസ്ത്രധാരിയായ പുരോഹിതൻ 2 സൈഡിലും കത്തിച്ച മെഴുകുതിരികൾ പിടിച്ചുകൊണ്ട് ധൂപാർപ്പണം നടത്തി പടിഞ്ഞാറേക്ക് എഴുന്നള്ളി വന്ന് വളരെ ശക്തവും ഗൗരവമായ മുഖവര പറഞ്ഞുകൊണ്ട് ഏവൻഗേലിയോൻ മുക്തി സുവിശേഷം വായിക്കുകയാണ്. ഞാനിത് ഓർമ്മിപ്പിച്ചത് നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ വേദപുസ്തക പഠനത്തിനും പ്രബോധന ശുശ്രൂഷയ്ക്കും അല്ലെങ്കിൽ വചന ശുശ്രൂഷയ്ക്ക് ആവശ്യത്തിന് പ്രാധാന്യമില്ല എന്നൊരു ചിന്ത നമ്മൾ കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. സഭയുടെ വിശ്വാസം വേദപുസ്തക അധിഷ്ഠിതമാണ്. പൗരസ്ത്യ സഭ തിരുവചനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആരാധനകളെല്ലാം വേദപുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദപുസ്തകം മാത്രമല്ല. വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ആരാധനയും വേദപുസ്തകവും ക്രിസ്തീയ ജീവിതവും, ഇത് 3ഉം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയാണ് നമ്മുടെ പാരമ്പര്യത്തിൽ, ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നാം കാണുന്നത്. ഇന്ന് ഈ പ്രബോധന ശുശ്രൂഷ സമാരംഭിക്കുമ്പോൾ ഈ ഒരു അർത്ഥതലത്തിൽ ഈ പ്രബോധന ശുശ്രൂഷയെ മനസ്സിലാക്കുകയും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു വന്നിരിക്കുന്നു എന്ന അവബോധം നമുക്കുണ്ടാകുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, പ്രസംഗകന്റെ കഴിവോ സാമർഥ്യമോ അല്ല പ്രബോധന ശുശ്രൂഷയുടെ ശക്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം ഏവരിലും പ്രവർത്തിക്കണം. ഈ ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കുവാനും ഇത് പൂർത്തീകരിക്കുവാനും കരുണ ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് തിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയോടെ ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇന്ന് നാം അധിവസിക്കുന്ന ലോകത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും മനുഷ്യജീവിതത്തിന്റെ അർത്ഥതലവും യഥാർത്ഥമായ ആധ്യാത്മികതയുടെ ആവശ്യകതയും എന്തെന്ന് വളരെ ശക്തമായി നാം ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ലോകം ഇന്ന് കാപട്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നത് കേവലം അഭിനയം മാത്രമാണ്. അത് ഭക്തിയുടെ തലത്തിലായാലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാണുന്നത് കപടത പെരുകിടുന്ന
കപടത വർദ്ധിക്കുന്ന ഒരു ജീവിതശൈലിയാണ്. സഹോദരങ്ങളെ, ഇതിന്റെ നടുവിൽ യഥാർത്ഥമായ വിശ്വാസം എന്താണ് ശരിയായ ആരാധന ജീവിതത്തിന്റെ അർത്ഥതലം? സഭാജീവിതത്തിലൂടെ ഇതുപോലുള്ള പ്രബോധന ശുശ്രൂഷയിലൂടെയും ആരാധനയിലൂടെയും നമുക്കുണ്ടാകേണ്ട മാറ്റം എന്താണ്? ഇത് വിഷയീഭവിപ്പിക്കുകയാണ് ഈ 2 ദിവസങ്ങളിലെ പ്രബോധന ശുശ്രൂഷയിൽ പ്രധാനമായും ഞാൻ ലക്ഷ്യമാക്കുന്നത്. സഹോദരങ്ങളെ, ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ 40 രാവും 40 പകലും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് chapter 4 verse 1 onwards. Filled with the Holy Spirit, Jesus returned from the river Jordan, and he was led by the Spirit in the wilderness. He was tempted by the devil 40 days and 40 nights. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ 40 രാവും 40 പകലും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ലോക ജീവിതത്തിൽ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ സഹോദരങ്ങളെ, ഈ വേദഭാഗം വളരെ പ്രസക്തമാണ്. സാധാരണ മലയാള ഭാഷയിൽ പറയുന്ന നല്ലൊരു വാക്കുണ്ട്, കാലികം. വളരെ പ്രസക്തമാണ് ഈ വേദഭാഗം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലുമൊക്കെ ഈ വേദഭാഗത്തിന് സമാന വേദഭാഗങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഏറ്റവും നല്ല വിവരണം നൽകിയിരിക്കുന്നത് ലൂക്കോസ് എവങ്കേലിയോസ്താണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം തന്നെ പ്രസംഗ വിഷയമായി തിരഞ്ഞെടുത്തത്. ഒന്നാമത്, ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭമാണ്. യോർദാനിലെ മാമോദീസായ്ക്ക് ശേഷം യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന ആ വേദഭാഗമാണ് ലൂക്കോസ് എവങ്കേലിയോസ് മുഖവരിയായി ഇവിടെ പ്രതിപാദിക്കുന്നത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ 40 രാവും 40 പകലും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. From this verse we can analyze a particular thing. Actually, this particular verse is introduced by St. Luke on the background of Jesus' baptism in river Jordan. And it is the beginning of his ministry. And this particular word is divided into 3. One is filled by the Holy Spirit. Jesus, he was led by the devil into the wilderness, and he was tempted by the devil 40 days and 40 nights. Actually, this is clearly depicts human life on earth. Our spiritual life begins with baptism. We are filled with the Holy Spirit through baptism. So whenever we discuss about our own personal life, we have to understand we have a physical birth. At the same time, our eternity, our life in heaven, or our life in Christ, or our life in the kingdom of God Almighty, which begins through baptism. പരിശുദ്ധാത്മാവിൽ യേശു നിറഞ്ഞു. ഇതാണ് ഈ വേദഭാഗത്തിന്റെ 1-ാമത്തെ ഭാഗം. Jesus filled with the Holy Spirit, actually overwhelmed with the Holy Spirit, full of Holy Spirit. That was the beginning of this verse. ഈ വാക്യത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നതാണ്. നമുക്കറിയാം, യോർദാനിൽ വെച്ച് കർത്താവ് മാമോദീസ സ്വീകരിച്ചു. ഞാൻ ഈ വേദഭാഗത്തിന്റെ സുവിശേഷപരമായ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഈ വേദഭാഗത്തിന്റെ ശരിയായ അർത്ഥതലം മനസ്സിലാക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ മാമോദീസയെ കുറിച്ച് അല്പം ഒന്ന് വിവരിക്കട്ടെ. യേശു ക്രിസ്തു യോർദാനിൽ വെച്ച് യോഹന്നാൻ സ്നാപകനാൽ മാമോദീസ ഏറ്റു 30-ാമത്തെ വയസ്സിൽ. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അവസാന ഭാഗത്ത് വിവരിക്കുന്നത്. മാമോദീസായ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ട്. എന്റെയും നിങ്ങളുടെയും ആധ്യാത്മിക ജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം എന്ന് പറയുന്നത്, നിത്യജീവിതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസയാണ്.
യേശു ക്രിസ്തുവും യോർദാനിൽ വെച്ച് യോഹന്നാനാൽ മാമോദീസ സ്വീകരിച്ചു. എന്നാൽ ഒന്നാമത് വളരെ ശക്തമായി മനസ്സിലാക്കാൻ അല്പം വിഷയമുള്ള ഒരു ഭാഗം ആദ്യം തന്നെ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ആ ഭാഗത്തേക്ക് വരുവാനാണ്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്വീകരിച്ച മാമോദീസായും യേശു ക്രിസ്തു സ്വീകരിച്ച മാമോദീസായും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference between Christ baptism and Christian baptism. This particular phrase in the gospel, this particular words in the gospel clearly depicts the difference between Christ's baptism and the Christian baptism. Actually, the baptism of Christ in the river Jordan is the beginning of Christian baptism. But some people think that Christ's baptism is really Christian baptism. No. Christ's baptism in the river of Jordan is a beginning of Christian baptism. But Christian baptism is entirely different from Christ's baptism. What is the difference? എന്താണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു സ്വീകരിച്ച യോർദാനിൽ നിന്ന് സ്വീകരിച്ച മാമോദീസായും ക്രിസ്തീയ മാമോദീസായും തമ്മിലുള്ള വ്യത്യാസം? പ്രഥമ ദൃഷ്ട്യാ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് 30-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തു യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് കിട്ടി. അതുകൊണ്ടാണ് ലൂക്കോസ് എവൻഗേലിസ്റ്റ് പറയുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിലോട്ട് മടങ്ങിയെന്ന്. എന്നാൽ സഹോദരങ്ങളെ, ക്രിസ്തീയ മാമോദീസ സ്വീകരിക്കുന്ന നമുക്ക് 3 അവകാശങ്ങൾ, 3 നൽവരങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്നാമത്തേത് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു, രണ്ടാമത്തേത് നിത്യജീവനെ ലഭിക്കുന്നു, മൂന്നാമത് നാം ദൈവമക്കളായിരിക്കുന്നു. ത്രൂ ക്രിസ്ത്യൻ ബാപ്റ്റിസം we are becoming the temple of God Almighty. Holy Spirit indwells in us, and we, the mortal beings became immortal through baptism. And at the same time, we become the children of God Almighty through baptism. And at the same time, the eternal life we receive from the baptism. Those 3 claims and rights: eternal life, indwelling of the Holy Spirit, and the claim and right for the children of God Almighty. ദൈവത്തിന്റെ മക്കളുടെ അവകാശം, നിത്യജീവന്റെ അവകാശം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഇത് 3മാണ് ക്രിസ്തീയ മാമോദീസയുടെ നൽവരം. എന്നാൽ ഈ 3 നൽവരങ്ങളും മാമോദീസയിലൂടെ യേശു ക്രിസ്തുവിന് ലഭിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ നിത്യനായ ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച് ദൈവത്തിന്റെ പുത്രനാകേണ്ട ആവശ്യം യേശു ക്രിസ്തുവിനില്ല. കാരണം in his essence he is the son of God, eternal son of God. അവൻ നിത്യനായ ദൈവത്തിന്റെ പുത്രനാണ്. അതുകൊണ്ട് മാമോദീസയിലൂടെ പുത്രത്വം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്, ദൈവമായതുകൊണ്ട് നിത്യത അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മാമോദീസയിലൂടെ നിത്യജീവൻ പ്രാപിക്കേണ്ട ആവശ്യവും ഇല്ല. മൂന്നാമത്, പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന് ലഭിച്ചത് പലരുടെയും മനസ്സിലിരിക്കുന്നത് പോലെ 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ വെച്ചല്ല. കാരണം 30 വയസ്സ് വരെ കർത്താവിന് പരിശുദ്ധാത്മാവില്ല എന്ന് തോന്നിപ്പോകും. അതേസമയം എപ്പോഴാണ് യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് ലഭിച്ചത്? ഈ വേദഭാഗത്തിലെ വളരെ കാതലായ വിഷയം ഇതായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് സൂചിപ്പിച്ചത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, full of spirit, filled with the Holy Spirit, he returned from the river Jordan എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാകും, യോർദാനിൽ വെച്ചാണ് യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് കിട്ടിയത്. അങ്ങനെയല്ല. എന്നാണ് കർത്താവിനെ പ്രത്യേകിച്ച് തന്റെ ഇഹലോക ജീവിതത്തിൽ മനുഷ്യാവതാര കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് ലഭിച്ചത് എപ്പോഴാണ്? കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. At the womb of his mother he was filled with the Holy Spirit. യഥാർത്ഥത്തിൽ അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് തന്നെ പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവോട് നിറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് 6-ാം മാസത്തിൽ ഗലീല മലനാട്ടിൽ യേശുവാടി അരികിലേക്ക് മറിയ ചെല്ലുന്ന അവസരത്തിൽ മറിയാമിനെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവളായി യേശുവ പറയുന്നു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. ഇന്ന് പലപ്പോഴും ഈ കൃപ നിറഞ്ഞ മറിയാമേ, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന പ്രാർത്ഥന കാനോനികമല്ലെന്നൊരു ചിന്ത തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന മുഴുവൻ വേദപുസ്തകത്തിൽ നിന്നുള്ളതാണ്.
പകുതി പറഞ്ഞത് ഗബ്രിയേൽ മാലാഖയും ബാക്കി ഭാഗം പറഞ്ഞത് യേശുവായും. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. യേശുവ പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? യഥാർത്ഥത്തിൽ മറിയാമിനെ ദൈവത്തിന്റെ അമ്മയെന്ന് ആദ്യം വിളിച്ചത് യേശുവയാണ്. എങ്ങനെ വിളിച്ചു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി വിളിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഓർമ്മിപ്പിച്ചത് യേശുക്രിസ്തുവിന്റെ മാമോദീസായും ക്രിസ്തീയ മാമോദീസ, വിശ്വാസികളായ നമ്മൾ സ്വീകരിക്കുന്ന മാമോദീസായും ഒന്നല്ല, രണ്ടാണ്. യേശുക്രിസ്തുവിന്റെ മാമോദീസ ക്രിസ്തീയ മാമോദീസയുടെ ആരംഭമേ ഉള്ളൂ, ക്രിസ്തീയ മാമോദീസ അല്ല. എന്താണ് ക്രിസ്തീയ മാമോദീസ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ കർത്താവ് അപ്പോസ്തലന്മാരോട് പറയുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും. Gospel according to St. Matthew chapter 28 verses 21 verse. ഇതേ വാക്യമാണ് പരിശുദ്ധനായ പത്രോസ്ലീഹ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 33-ാം വാക്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടവർ ഓടി വന്ന് ചോദിച്ചു. പത്രോസിനോടും ശേഷം ശിഷ്യന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് മറുപടി പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. മാമോദീസ സ്വീകരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ലഭിക്കും. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവം വിളിച്ചു വരുത്തുന്ന സകലർക്കും ആകുന്നു എന്ന് പത്രോസ്ലീഹ പറയുന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നന്നേ ചെറുപ്പത്തിലെ ഞാനും നിങ്ങളും ഈ നൽവരത്തിനു വേണ്ടി അടുത്തു വരുന്നത്. കാരണം വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തീയ മാമോദീസ അനുവദിക്കപ്പെട്ടതാണ്. ആ ശ്രേഷ്ഠമായ അനുഭവ തലത്തിലേക്ക് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ മാമോദീസ നിത്യജീവനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പുത്രത്വവും നമുക്ക് ലഭിക്കുന്ന അതിശ്രേഷ്ഠമായ ഒന്നാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മാമോദീസ യോഹന്നാനിൽ നിന്ന് യോർദാൻ നദിയിൽ വെച്ച് കർത്താവ് സ്വീകരിച്ചത് നിത്യജീവൻ പ്രാപിക്കുവാനോ പുത്രത്വം സ്വീകരിക്കുവാനോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണ്? അതുകൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടാം. ഒന്നാമത് സഹോദരങ്ങളെ, ഇന്ന് മറുരൂപ പെരുന്നാളാണ്. മറുരൂപ പെരുന്നാളിനെ കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് ദൈവീക രഹസ്യം വെളിപ്പെട്ട ദിവസമാണിന്ന്. ദിസ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് എപ്പിഫനി. ഇത് വെളിപ്പെടുത്തലിന്റെ പെരുന്നാളാണ്. ആ വെളിപ്പെടുത്തലിന്റെ പൂർത്തീകരണം മറുരൂപത്തിൽ നാം ദർശിച്ച വെളിപ്പെടുത്തൽ, അതിന്റെ പൂർത്തീകരണം നാം ദർശിക്കുന്നത് യോർദാൻ നദിയിൽ വെച്ചാണ്. പിതാവ് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രൻ യോർദാൻ വെള്ളത്തിൽ നിൽക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസം പ്രാവിന്റെ രൂപത്തിൽ യോഹന്നാൻ കാണുന്നു. പിതാക്കന്മാർ പറയുന്ന ഒരു വാചകം ശ്രദ്ധേയമാണ്. പിതാവ് ശബ്ദത്തിലൂടെ വെളിപ്പെട്ടു, പുത്രൻ സ്പർശനത്തിലൂടെ വെളിപ്പെട്ടു, പരിശുദ്ധാത്മാവ് കേൾവിയിലൂടെ ആവാസത്തിലൂടെ വെളിപ്പെട്ടു. കണ്ടു, കേട്ടു, തൊട്ടു. 3 ഇന്ദ്രിയ അനുഭവങ്ങൾ യോർദാനിൽ നടക്കുന്നു. John the Baptist touched the Son of God and he heard the sound from heaven, and at the same time he saw the indwelling of the Holy Spirit. അതുകൊണ്ടാണ് ശബ്ദത്തിലൂടെ പിതാവും സ്പർശനത്തിലൂടെ പുത്രനും ആവാസത്തിലൂടെ പരിശുദ്ധാത്മാവും വെളിപ്പെടുത്തലിന്റെ പൂർണ്ണതയാണ് യോർദാനിൽ നടന്നത്. അതുകൊണ്ടാണ് ഈ പെരുന്നാളിന് നമ്മളെ ഉദയത്തിന്റെ പെരുന്നാൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പൊതു അറിവിലേക്ക് ഞാൻ ഈ കാര്യം പ്രത്യേകിച്ച് ഈ വേദഭാഗത്തിന്റെ മുഖവരി എന്ന നിലയിൽ പറയുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആ ഒരു നിമിഷമല്ല, അതിനേക്കാളുപരി അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ യോർദാനിലെ സ്നാനത്തിൽ വെച്ച് യോഹന്നാൻ വെളിപ്പെടുത്തിയെന്ന് മാത്രം. യോഹന്നാന് മാത്രമല്ല, ചരിത്രത്തിന് മുഴുവൻ പരിശുദ്ധ തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വ രഹസ്യം ചരിത്രത്തിന് വെളിപ്പെട്ട ശ്രേഷ്ഠ നിമിഷമാണ് യേശുക്രിസ്തുവിന്റെ മാമോദീസ. അതുകൊണ്ട് എന്തിനാണ് കർത്താവ് മാമോദീസ ഏറ്റെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം കർത്താവ് മാമോദീസ ഏറ്റത് പുത്രത്വത്തിന് വേണ്ടിയോ നിത്യജീവന് വേണ്ടിയോ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് നമുക്ക് നിത്യജീവൻ നൽകുവാൻ, നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ, നമുക്ക് ദൈവികമായ പുത്രത്വത്തിന്റെ അവകാശം ലഭിക്കുവാൻ അവൻ മാമോദീസ സ്വീകരിച്ചു. അവൻ മാമോദീസ സ്വീകരിച്ചത് മുഖാന്തരം യോഹന്നാൻ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ യോർദാനിൽ ഇറങ്ങിയത് മുഖാന്തരം യോർദാൻ ശുദ്ധീകരിക്കപ്പെട്ടു.
ശുദ്ധീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വിശുദ്ധ മാമോദീസായിൽ പുരോഹിതന്മാര് വെള്ളം വാഴുന്ന ശുശ്രൂഷയെ ചൊല്ലും, സാവോ മായോ ആരോഹോ. ദൈവമേ, വെള്ളം നിന്നെ കണ്ടു, വെള്ളം നിന്നെ കണ്ട് ഭയപ്പെട്ടു, വെള്ളം നിന്നെ കണ്ട് രൂപാന്തരപ്പെട്ടു, സൃഷ്ടി മുഴുവൻ രൂപാന്തരം പ്രാപിച്ചു യേശുക്രിസ്തുവിന്റെ മാമോദീസായാൽ. സഹോദരങ്ങളെ, വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ഈ വേദഭാഗത്തിന്റെ വിശ്വാസപരമായ വിഷയം ഞാൻ ഓർമ്മിപ്പിച്ചു. രണ്ടാമത്, ഈ വേദഭാഗത്തിന്റെ സുവിശേഷപരമായ ക്രമീകരണത്തിന്റെ ഒന്നാം ഭാഗം, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. നമ്മൾ എല്ലാവരും യോർദാൻ വിട്ട് മടങ്ങിയവരാണ്. We are all returned from the river Jordan. Really, the baptismal font representing river Jordan, and he is the womb of the church, and our spiritual birth taken place actually in this baptismal font. മാമോദീസ തൊട്ടിയിൽ നമ്മുടെ ആത്മീയ ജനനം ആരംഭിച്ചു. അതുകൊണ്ട് ഈ വേദഭാഗം ഒന്നാമത് നമ്മെ പഠിപ്പിക്കുന്നത് മാമോദീസായിലൂടെ ദൈവത്തിന്റെ മക്കളായി, നിത്യജീവന്റെ അവകാശികളായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഞാൻ നിങ്ങൾ വായിച്ചിരുന്നു. യോഹന്നാൻ വിളിച്ചു പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കളാണ്. പൗലോസ് പറയുന്നു, പിതാവിന്റെ മടിയിൽ ഇരുന്നുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി അപ്പാ പിതാവ് എന്ന് വിളിക്കത്തക്ക പുത്രത്വത്തിന്റെ അവകാശം നാം സിദ്ധിച്ചിരിക്കുന്നു. എല്ലാത്തിലുമുപരി പൗലോസ് വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു അവബോധം ഉണ്ടാകണം. എന്താണ് നമുക്ക് ലഭിക്കേണ്ട അവബോധം? ഈ ശരീരം ദൈവത്തിന്റെ കുടീരമാണ്. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവമന്ദിരങ്ങളാണ്, നിത്യജീവന്റെ അവകാശികളാണ്, ദൈവത്തിന്റെ മക്കളാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇതാണ്. യോർദാൻ വിട്ടു മടങ്ങിയവരാണ് നമ്മൾ. പക്ഷെ പ്രതിദിന ജീവിതത്തിൽ നമ്മൾ ഇത് മറന്നു പോകുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും അടുത്തു വരുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള അവബോധം നമുക്ക് നഷ്ടപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. ഇതാണ് ഇന്നത്തെ വലിയ പ്രതിസന്ധി. എന്താണ് നമ്മുടെ പ്രതിസന്ധി? ഞാൻ നിങ്ങളിൽ ചിന്തിക്കുന്നത് ഈ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രം, ഈ ലോകത്തിലുള്ള നമ്മുടെ അഭിവൃദ്ധിയെക്കുറിച്ച് മാത്രം. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളും നിത്യജീവന്റെ അവകാശികളാണ്. നിത്യതയാണ് ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഈ ബോധ്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഹെറോബ് പർവ്വതത്തിന്റെ മുകളിൽ ആട്ടിടയനായ മോശ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടു. ദൈവത്തിന്റെ സാന്നിധ്യം കാണുന്ന മോശ അവൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുന്നു. അവൻ ദൈവത്തോട് ചോദിക്കുന്നു. അവൻ മുൾപ്പടപ്പിൽ കണ്ട തേജസ്സിനോട് സംവാദം നടത്തുന്നു. അവൻ ചോദിക്കുന്നു, നീ ആരാണ്? മറുപടി ഇതാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. അവിടെ പറയുന്ന വളരെ ശക്തമായ ഒരു വാക്കുണ്ട്, മോസസ് came so near to the burning bush to know or to analyze what is the extraordinary thing behind this burning bush. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പറപ്പിന്റെ പുറകിലെ അനതിസാധാരണ സംഭവം എന്തെന്ന് കാണുവാൻ he came so near to the burning bush. ഇതാ സഹോദരങ്ങളെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ ജീവിതത്തിന്റെ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നൽവരങ്ങളുടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യതയുടെ അടിസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ came so near to the burning bush, that is the water. ഈ ക്രോണോസിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം. ദൈവിക സിംഹാസനത്തിന്റെ അടുത്തേക്ക് അടുത്തു വരണം. അടുത്തു വരുമ്പോഴാണ് മഹിമയെ കുറിച്ച്, തേജസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ മുൾമരം കത്തിയാലും വെന്തുപോകത്തില്ല. Even though it is burning, but never ends into ash. In vain. പ്രയോജനശൂന്യമായി ചാരമായി പോകത്തില്ല ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടപ്പ്. എന്താ കാരണമെന്നറിയാമോ? ഇതിനകത്ത് അധിവസിക്കുന്നത് സർവശക്തൻ വിളിച്ചു പറയുന്നു, മോശയോട് പ്രത്യുത്തരം പറയുന്നു, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. I am the God of Abraham, God of Isaac, and God of Jacob. കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടപ്പിന്റെ നടുവിൽ അബ്രഹാമിന്റെ ദൈവമുണ്ട്, ഇസഹാക്കിന്റെ ദൈവമുണ്ട്, യാക്കോബിന്റെ ദൈവമുണ്ട്. ഇത് മനസ്സിലാക്കിയപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഈ മുൾപ്പടപ്പ് കത്തിയാലും വെന്തു പോകത്തില്ല. സഹോദരങ്ങളെ, ഇതാണ് സത്യം. മാമോദീസ സ്വീകരിച്ച ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ശരീരത്തിന് നിന്ദകളും പ്രയാസങ്ങളും രോഗങ്ങളും വന്നേക്കാം, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നേക്കാം. ഈ ലോക ജീവിതത്തിന്റെ പ്രതിസന്ധികളാൽ, അനവധി പ്രയാസങ്ങളാൽ ഈ മുൾപ്പടപ്പ്
കത്തിയേക്കാം, പക്ഷെ ഇത് നശിച്ചു പോകത്തില്ല. എന്താണ് കാരണം? ഇതിൽ അധിവസിക്കുന്നത് അബ്രഹാമിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. ഈ ശരീരം മാമോദീസായിലൂടെ പൗലോസ് പറയുന്നത് പോലെ ദ്രവത്വമായത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം. ദ്രവത്വമായത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ അടുത്ത വാദം അത്ര സുന്ദരമാണ്. മരണം നീങ്ങി.